ഹായ് ഫ്രണ്ട്സ്, അമ്മൂസ് ആൻഡ് പാത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുരിശുമലയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വിശേഷം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പോകാം വീഡിയോയിലേക്ക്. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ഒരു തിരക്കുമില്ല. സാധാരണ ഈ ദിവസങ്ങളിലെല്ലാം നല്ലോണം തിരക്ക് കാണും, വണ്ടി തിരക്കും ആൾ തിരക്കും എല്ലാം കാണും. ഇപ്രാവശ്യം റോഡ് കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണും, ഒരു തിരക്കുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് എത്തി, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തു, അവിടെ ഇറങ്ങിയതിന് ശേഷം അമ്മയുടെ കടയിലും ആൾക്കാരും തിരിയുന്നില്ലെന്നാണ് പറഞ്ഞത്. കാരണം ആൾക്കാരില്ല തിരിയാൻ വേണ്ടിയിട്ട്. എല്ലാവരും അഥവാ ബസ്സിൽ വന്നാലോ അല്ലെങ്കിൽ വണ്ടികൾ വന്നാൽ അങ്ങ് മുകളിൽ സംഗമവേദി വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നടന്നു പോയാലൊക്കെ തിരക്ക് കൂടുന്ന സമയത്തൊക്കെ ഇവിടെ കച്ചവടം നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസവും കച്ചവടം ഒന്നുമില്ല. അങ്ങനെ അമ്മ വിഷമിച്ചിരിപ്പാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അമ്മൂനെയും പാത്തുനെയും കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ ദൂരമൊക്കെ പോയി നടന്നു. അങ്ങനെ നടന്ന് അമ്മൂനെയും പാത്തുനും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ കണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് പാത്തുനെ എടുത്തുകൊണ്ട് പോകാൻ ചേട്ടന് വയ്യ, അല്ലെങ്കിൽ ഞങ്ങൾ മലയും കയറുമായിരുന്നു. അപ്പോഴും അവിടുത്തെ വിശേഷം നിങ്ങളെ കാണിക്കായിരുന്നു. പക്ഷേ പാത്തുനെയൊക്കെ എടുത്തിട്ട് കയറാൻ ഭയങ്കര പാടാണ്, മഴയും കൂടെയില്ല, ചെളിയൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ആ കുലുക്കി സർവത്തൊക്കെ ഇങ്ങനെ കുലുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് വിശന്നു, അമ്മൂനൊക്കെ വിശന്നു. അങ്ങനെ പിന്നെ ദോശ കഴിക്കാമെന്ന് കരുതി അങ്ങനെ ചൂട് ദോശയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ കുറേ നടന്നു. അപ്പോഴുണ്ട് ആ ചെരുപ്പ്, ചേട്ടനാണെങ്കിലും ഈ ചെരുപ്പ് കട കണ്ടു കഴിഞ്ഞാൽ ചെരുപ്പ് വാങ്ങിക്കണം. അമ്മൂനും പാത്തുനൊക്കെ ചെരുപ്പ് നോക്കാവോ എന്ന് ചോദിക്കുക. കാരണം ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ തന്നെ വാങ്ങി കുറേ ജോഡിയായി ചെരുപ്പുകൾ. അങ്ങനെ പിന്നെ ചെരുപ്പ് കട കണ്ടപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, പാത്തുനൊക്കെ പറ്റിയ ചെരുപ്പുണ്ട്, അമ്മൂന് പറ്റിയ ചെരുപ്പുണ്ട്, നമുക്ക് നോക്കാവോ എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, കുറേ പ്രാവശ്യമായി, കുറേ ജോഡിയായി വാങ്ങി. അതുകൊണ്ട് പിന്നെ പിള്ളേരുടെ കാലൊക്കെ ഇല്ല, പെട്ടെന്ന് വളർന്നു വരും. അങ്ങനെ വഴിയോരത്തെ കാഴ്ചകളെല്ലാം കണ്ട് ശരിക്കും കടകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആൾക്കാർ കുറവ്, ആൾക്കാരും ഇല്ല, പക്ഷേ കടകൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങൾ സംഗമവേദി എത്തി. സംഗമവേദിയിലെ കുറച്ച് കാഴ്ചകളാണ്, ലൈറ്റും അങ്ങനെയൊക്കെ. കുറച്ച് നേരം അവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ആരാധനയ്ക്കൊക്കെ. പക്ഷേ പാത്തു ഒന്നും ഇരിക്കാൻ സമ്മതിക്കില്ല. കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ഇവിടെ കരച്ചിലൊക്കെ ഉണ്ടാകും. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് തിരിയുമ്പം മിണ്ടാതിരിക്കും. പക്ഷേ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പാത്തുൻ്റെ സ്വഭാവം അങ്ങ് മാറും. അമ്മൂസും അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ നിന്നതിന് ശേഷം അപ്പോഴേക്കും അമ്മൂസിൻ്റെ സ്ഥിരം പണി തുടങ്ങിയിട്ടുണ്ട്, കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് കരച്ചിൽ. അങ്ങനെ പിന്നെ എനിക്ക് കളിപ്പാട്ടം വേണേ, കിച്ചൺ ടോയ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അങ്ങനെ പിന്നെ അത് വാങ്ങി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കളിപ്പാട്ടം എല്ലാം നോക്കിയപ്പോഴേക്കും പാത്തുവിനൊരു ഫോൺ കിട്ടി. എപ്പോഴും ചെവിയിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. അപ്പോഴേക്കും ആ കളിപ്പാട്ടം എടുത്ത് കൊടുത്തപ്പോഴേക്കും ഉടനെ തന്നെ ചെവിയിൽ വെച്ച്. അങ്ങനെ അവൾക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾക്കതെടുത്തു. പിന്നെ അമ്മൂനാണേൽ കിച്ചൺ ടോയ്സ്, ഇവിടെ വീട്ടിൽ കളിക്കാൻ പറ്റിയത് അതാണ്. അതുകൊണ്ട് പിന്നെ അത് കണ്ടപ്പോൾ പിന്നെ അവൾക്ക് അത് മതി. അങ്ങനെ പിന്നെ അത് എടുത്തതിന് ശേഷം താഴേക്ക് വന്നപ്പോഴേക്കും അത് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊന്നും വേണ്ട അവൾക്ക്. ഏതെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ വേറൊന്നും വേണ്ടേയിരിക്കും, അത് തന്നെ വച്ച് കളിക്കും. അതുകൊണ്ട് പിന്നെ വേറെ ശല്യപ്പെടുത്തില്ല. താഴോട്ടൊക്കെ വരുമ്പോഴും വേറെ കളിപ്പാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാലും വേറെ ഒന്നും അത് വേണമെന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കാറില്ല. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അപ്പച്ചൻ്റെ വീട്ടിൽ കയറി. എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലേക്ക് കയറിയപ്പോഴേക്കും അവിടുത്തെ അപ്പച്ചൻ്റെ ചെറുമക്കളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയൊക്കെ കുറേ നേരമൊക്കെ അമ്മൂസും പാത്തൂസും കളിച്ചു. ആ കിച്ചൺ ടോയ്സൊക്കെ പൊട്ടിച്ച് അവരുടെ ഒപ്പം കുറേ നേരമൊക്കെ കളിച്ചിരുന്നു. ഞങ്ങളും കുറേ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് സമയം പോയി. അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരിക്കാൻ പറ്റി. പിന്നെ അമ്മും പാത്തും കളിക്കുന്നത് കൊണ്ടാണ് കുറച്ചധികം സമയം അവിടെ ഇരുന്നത്. അങ്ങനെ അവർ കുറേ നേരമൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവിടെ നിന്നും ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് നടക്കാമെന്ന് കരുതി. അപ്പോൾ വീണ്ടും ഞങ്ങൾ താഴോട്ട് നടന്ന് അപ്പോഴേക്കും കുറച്ച് തിരക്കുണ്ടായിരുന്നു. നമ്മൾ വന്നതിനേക്കാളും കുറച്ച് എന്ന് വെച്ചാൽ അധികം തിരക്കൊന്നുമില്ല. പക്ഷേ എങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഈ രാത്രിയിലൊക്കെ എങ്കിൽ പിന്നെയും കുറച്ച് ആൾക്കാരൊക്കെ വരണുണ്ട്. എങ്കിലും എല്ലാ വർഷത്തെ പോലെയും നല്ലോണം തിരക്കൊന്നുമില്ല, ഒട്ടുമില്ല അതിനപേക്ഷിച്ച്. അങ്ങനെ
ഞങ്ങളങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഉണ്ട് കുറച്ച് വളയും സ്ലൈഡൊക്കെ വിൽക്കുന്ന കട കണ്ട്. അപ്പോഴേക്കും അവിടെ കുറച്ച് അമ്മുവിന് പാത്തുവിനെ പറ്റിയ വളയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കയറിയപ്പോൾ അങ്ങനെ ഇവക്ക് ഒരുപാടൊന്നും അവൾ അത്യാവശ്യത്തിനുള്ള വളയൊക്കെ ഉണ്ട്. എത്ര വാങ്ങിക്കൊടുത്താലും ഏതെങ്കിലും ഒരു വളയൊക്കെ തന്നെ ഇടുകയുള്ളൂ. അതുകൊണ്ട് നോക്കിയപ്പോൾ ഉണ്ട് അവൾക്ക് പറ്റിയതായിട്ട് ഉള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ നോക്കിയപ്പോൾ ഉണ്ട് കൊള്ളാം, നല്ല സാധനങ്ങളൊക്കെ തന്നെ. എങ്കിലും കുറേ നേരമൊക്കെ നോക്കി നിന്നിട്ട് പക്ഷെ ഒന്നും വാങ്ങിയില്ല. അങ്ങനെ പിന്നെ എത്ര വാങ്ങിക്കൊടുത്താലും 2 ദിവസം ഇടും, 3-ാമത്തെ ദിവസം അത് ഒട്ടും ശ്രദ്ധിക്കില്ല, എവിടെയെങ്കിലും കൊണ്ടിടും. അങ്ങനെ പിന്നെ അത് വാങ്ങാതെ പിന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇത് 6-ാമത്തെ ദിവസമാണ് എടുത്തത് ഈ വീഡിയോ. ഇത് കാരണം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ ഇങ്ങനെയല്ല തിരക്ക്. ഇതിപ്പോൾ ശനിയാഴ്ചത്തെ ദിവസത്തെ തിരക്കാണ്. ഇത് വെള്ളിയാഴ്ച സാധാരണ കുരിശുമല പരിപാടികളിൽ വെള്ളിയാഴ്ചയാണ് ഈ തിരക്ക് കാണാറ്. പക്ഷേ ഇപ്രാവശ്യത്തെ കുരിശുമലയിൽ ശനിയാഴ്ചയാണ് ഈ തിരക്ക്. ഇതിനേക്കാളും തിരക്ക് കാണാനുള്ളതാണ് ഈ ശനിയാഴ്ച. പക്ഷേ ഇതിപ്പം എല്ലാ പ്രാവശ്യത്തെ വെള്ളിയാഴ്ചത്തെയോ വ്യാഴാഴ്ചത്തെയൊക്കെ തിരക്കേ ഉള്ളൂ ഈ ശനിയാഴ്ച ദിവസത്തെ തിരക്ക്. അങ്ങനെ കുറച്ച് അന്നത്തെ ദിവസത്തെ തിരക്ക് നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അപ്പോഴും അത്രയും തിരക്ക് വന്നപ്പോഴേക്കും ഞങ്ങളെ വീട്ടിൻ്റെ ഒരു മാവുണ്ട്, മാവിൻ്റെ കൊമ്പെല്ലാം താന്ന് കിടക്കുന്നുണ്ട്. വരണ ബസ്സിലും പോണ ബസ്സിലും എല്ലാം മുകളിൽ മണ്ടയ്ക്ക് തട്ടി ആ മാവിൻ്റെ കൊമ്പ്. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ നോക്കി നിന്നു. തിരക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, ആൾക്കാർ പോകുന്നതും വണ്ടികൾ പോകുന്നതും. അങ്ങനെ ഞങ്ങൾ കുറേ നേരമൊക്കെ അവിടെ നിന്നു. അപ്പോഴേ ഈ ഭയങ്കര തിരക്കെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല ഈ ശനിയാഴ്ച. അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല തിരക്ക് വന്നാൽ മതിയായിരുന്നു. ഇപ്രാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. കാരണം മഴയായതുകൊണ്ടായിരിക്കാം, നല്ലോണം മഴയൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും. അങ്ങനെ പിന്നെ ഞങ്ങളും കുറേ നേരമൊക്കെ ഇരുന്നതിന് ശേഷം ഇന്ന് വീട്ടിൽ നിൽക്കാമെന്നൊക്കെ കരുതിയാണ് പോയത്. അപ്പോഴുണ്ട് ഒരു തിരക്കുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോഴേ എൻ്റെ ഈ ചെറിയ ബ്ലോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ ബൈ, സീ യു.